ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 4 വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. So this is the learning objective. After the session, you will be able to understand, describe and write about the organization, responsibilities and functions of state licensing authority. Now, these are the some of the questions. June 2023 ചോദിച്ചിട്ടുള്ളതാണ്. Discuss the responsibility of state licensing authority as a 5-mark question. We have already discussed the regulatory requirement of the Indian regulatory affair അല്ലെങ്കിൽ regulatory requirements in the pharmaceutical industry of Indian scenario. അപ്പൊ അതിൽ ഒരു സെൻട്രൽ ഏജൻസി ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഏജൻസി ഉണ്ട്, ലൈസൻസിങ് ഏജൻസി ആയിട്ട് ആക്ട് അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും ഒരു ഡുവൽ റെഗുലേറ്ററി സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ റെഗുലേഷൻസിന് വേണ്ടിയിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി സെൻട്രൽ അതോറിറ്റിയും സ്റ്റേറ്റ് അതോറിറ്റിയും ഷെയർ ചെയ്തിട്ടാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDSCO, ദാറ്റ് ഈസ് ദ സെൻട്രൽ അതോറിറ്റി. ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയാണ്. സോ ദേ ഹാവ് their individual functions. Like in case of CDSCO, they have their national as well as international importance, including the new drug application, new drug approval and clinical trial. And state licensing authority, which is responsible for overseeing the manufacture, storage, sale, distribution of the drug and cosmetic within the state boundary. For central authority implement ചെയ്യുന്ന റെഗുലേഷൻസുകളൊക്കെ സ്റ്റേറ്റ് ബൗണ്ടറിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഫങ്ഷൻസ് സെൻട്രൽ അല്ലെങ്കിൽ റെഗുലേറ്ററി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് CDSCO ആണ്. ഇപ്പൊ ഒരു ഡ്രഗിന്റെ അപ്രൂവൽ കിട്ടുക എന്ന് പറയുന്ന ഡ്രഗ് അപ്രൂവൽ പ്രോസസ്സ്, ക്ലിനിക്കൽ ട്രയൽ നടത്തുക, ഇതുപോലെയുള്ള സെൻട്രൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത്, അതിന്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് CDSCO ആണ്. സ്റ്റേറ്റ് ബൗണ്ടറിയുടെ അകത്ത് നടക്കുന്ന മാനുഫാക്ചറിങ്, അതിന്റെ ഇമ്പോർട്ട്, സെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈസൻസിങ് ചെയ്യുന്നത് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി. CDSCO പോലെ തന്നെ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയും ആക്ട് ചെയ്യുന്നത് D&C ആക്ട് ആണ്. D&C ആക്ട് 1940 ആൻഡ് D&C ആക്ട് റൂൾ 1945. ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന ആക്ടിലും റൂളിലും പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് തന്നെയാണ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയും ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിന്റെ ഗ്രാസ് റൂട്ട് മെക്കാനിസം ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലോസുകൾ സ്റ്റേറ്റ് ബൗണ്ടറീസിന്റെ അകത്ത് കൊണ്ടുവരുന്ന ആൾക്കാർ ആരാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് സോൾവ് ചെയ്യുന്നത്, അത് CDSCOയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം കമ്പൈൽ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഓർഗനൈസേഷൻ. എല്ലാ സ്റ്റേറ്റിലും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും ഡ്രഗ് ലൈസൻസിങ് അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് കുറെ അധികം സാധനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സും ഡ്രഗ് അനലിസ്റ്റ് ലബോറട്ടറിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രഗ് ലോനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈസൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അനലിസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളും കൂടി വരുന്നതാണ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് യൂഷ്വലി ഹെഡഡ് ബൈ ഡ്രഗ് കൺട്രോളർ ഓർ ഡ്രഗ് കമ്മീഷൻ ആൻഡ് ജോയിന്റ് കമ്മീഷണർ. അവരാണ് ഇത് ചെയ്യുന്നത്. ഇനി ആരാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റേറ്റിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അതായത് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, അതല്ല സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പോയിന്റഡ് ബൈ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്. And their power are derived from the section 4 of the D&C Act. D&C ആക്ടിൽ പ്രകാരമാണ് അവരുടെ എല്ലാ പവറുകളും ഉള്ളത്. അപ്പൊ അവരുടെ കുറേയധികം പവേഴ്സ് ആസ് വെൽ ആസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ്, ഡ്രഗ് കമ്മീഷണർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ജൂറിസ്പ്രുഡൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. നിർബന്ധമായിട്ടും അതും നിങ്ങളൊന്ന് റെഫർ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിന്റെ ഹൈറാർക്കിയൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റില് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയില് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനെ ഹെഡ് ചെയ്യുന്നത് ഡ്രഗ് കമ്മീഷണർ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോളർ ആണ് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷന്റെ 2 ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണുള്ളത്. അത് ഡ്രഗ് കൺട്രോളർ അല്ലെങ്കിൽ ഡ്രഗ് കമ്മീഷണർ
അവരുടേതായ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ, ദെൻ ഡ്രഗ് ഇൻസ്പെക്ടർ ആൻഡ് ഫൈനലി ക്ലറിക്കൽ സ്റ്റാഫ്. അതും ഈ പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആൻഡ് ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷനിൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന സംഗതിയും കൂടിയുണ്ട്. ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് അവരുടെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ്, ഹോൾസെയിൽ, റീറ്റെയിലിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ഏത് സാമ്പിൾ എടുക്കാനുള്ള പവറും അവർക്കുണ്ട്, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സാമ്പിളുകൾ ഈ പറയുന്ന ലബോറട്ടറീസിലോട്ടാണ് നമ്മൾ കൊടുക്കുക. അവിടുന്ന് ഗവൺമെന്റ് അനലിസ്റ്റ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ പ്രൊസീജിയറുകളും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത്. Now coming to the ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റിയും ഏറെക്കുറെ സെയിം ആണ്. ഇപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്, ഡ്രഗ് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിനുള്ള ലൈസൻസിങ് കൊടുക്കുക. റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ബൗണ്ടറിയുടെ അകത്ത് ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സിനുള്ള ലൈസൻസിങ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then approval of drug formulation for manufacturing. Then monitoring of the quality of drug and cosmetic manufactured by respective state and those marketed in the state. അപ്പോ ഈ പറയുന്ന ഡ്രഗ് ഇൻസ്പെക്ടർ ആണ് ഈ പറയുന്ന കാര്യങ്ങൾ മാനുഫാക്ചറിങ് ഏരിയയിലാണെന്നുണ്ടെങ്കിലും ശരി, അതല്ല മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ചെയ്യുന്നത്. Then investigation and prosecution in respect of contravention of legal provisions. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNC ആക്ടിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ ഷെഡ്യൂൾഡ് ചിലത് പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ്, ചിലത് അല്ലെങ്കിൽ കൺട്രോൾഡ് മെഡിസിൻസുകളാണ്. അപ്പൊ ഇതിനൊക്കെ അതിന് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സുകൾ ഉണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല, ചിലത് ഡബിൾ പ്രിസ്ക്രിപ്ഷൻസ് ഉള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ, DNC ആക്ട് പ്രകാരമുള്ള പ്രോസിക്യൂഷന് കോർട്ടിലോട്ട് മൂവ് ചെയ്യിക്കുക എന്നുള്ളത് ഇവരുടെ ഫംഗ്ഷൻ ആണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ലൈക്ക് ലൈസൻസിങ് പ്രൊസീജിയറുകൾ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത്, പ്രീ ആൻഡ് പോസ്റ്റ് ലൈസൻസിങ് ഇൻസ്പെക്ഷൻ ഓഫ് ദി മാനുഫാക്ചറിങ് ആസ് വെൽ ആസ് ദ ഏരിയ ഓർ സ്റ്റോറേജ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് റീകോൾ ഓഫ് substandard drugs in the state. So these are the different functions of state licensing authority. Now coming to the responsibility, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. Responsibility of state licensing authority. So first responsibility is grant of manufacturing license. Manufacturing പ്രോസസ്സിനുള്ള ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, ഗ്രാന്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബൗണ്ടറിയുടെ അകത്ത് ഫോർമുലേഷൻസ് ഉണ്ടാക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സുകളാവാം, അതെല്ലാം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസുകൾ ഉണ്ടാക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സുകളാവാം. ഇതിന് ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായിട്ട് ഫെസിലിറ്റീസ് ദാറ്റ് മാനുഫാക്ചർ അലോപ്പതിക് മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദിക് ഹോമിയോപ്പതിക് യുനാനി ഡ്രഗ്സ്, ഈ പറയുന്ന സാധനത്തിന്റെ ഒക്കെ മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലത്ത് അതിന്റെ അപ്രൂവൽ കൊടുക്കുക, അതിന്റെ ഫെസിലിറ്റിക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ കോസ്മെറ്റിക്സിന്റെ മാനുഫാക്ചറിങ് നടക്കുന്ന ഫെസിലിറ്റിക്ക് അപ്രൂവൽ കൊടുക്കുക. ബ്ലഡ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തും അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തും, ബ്ലഡ് ബാങ്ക് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ ഫെസിലിറ്റിക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ ആക്ട് ചെയ്യുന്ന റൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNC ആക്ടിലെ DNC റൂളിലെ റൂൾ 68 ആണ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിക്ക് ഈവൻ നോൺ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഡ്രഗിന്റെ ലൈസൻസിങ് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവറും കൂടി കൊടുക്കുന്നത് ഈ ഒരു റൂളാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. റൂൾ 68 എന്ന് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ മാനുഫാക്ചറിംഗ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയുള്ള പവർ കൊടുക്കുന്നത് ഈ ഒരു റൂളാണ്, DNC റൂളിന്റെ. നെക്സ്റ്റ് വൺ ഇസ് ലൈസൻസിങ് ഓഫ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ആദ്യത്തത് മാനുഫാക്ചറിംഗിന്റെ ലൈസൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തത് ഗ്രാൻഡിംഗ് ലൈസൻസ് ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫോർ അപ്രൂവൽ ലൈസൻസ് ഫോർ റീറ്റെയിൽ ഫാർമസി, ഹോൾസെയിൽ ഫാർമസി, ഡ്രഗ് സ്റ്റോർ, കെമിസ്റ്റ് ആൻഡ് ഈവൻ ഹോസ്പിറ്റൽ ഫാർമസീസ്. ഇതിനെല്ലാം അതിന്റെ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഡിഫറെന്റ് ഫോംസിലാണ്. നിങ്ങൾ ജൂറിസ്പ്രുഡൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ ഏത് ഫോമിലാണ് ഈ ലൈസൻസിങ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും
അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി ഏത് ഫോമിലാണ് നമുക്ക് ഇതിന്റെ അപ്രൂവൽ തരുന്നത് എന്നുള്ളതും സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. എസ്പെഷ്യലി ഫാർമസി, ഗവൺമെന്റ് ഫാർമസിസ്റ്റ് എക്സാമിനേഷൻസുകളായാലും ശരി, അനലിസ്റ്റ് എക്സാമിൻ അല്ലെങ്കിൽ DI ഇതുപോലെയുള്ള എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഏത് ഫോമിലാണ് നമുക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സോ ഫോം 20 and 21, ഇനി സ്വന്തമായിട്ട് റീറ്റെയിൽ ഫാർമസി ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും മാൻഡേറ്ററി ഉണ്ടാവേണ്ട ലൈസൻസിങ് എന്ന് പറയുന്നത് 20 and 21 ലൈസൻസ് ആണ് നമുക്ക് റീറ്റെയിൽ ഫാർമസിക്ക് വേണ്ടത്. ഓക്കെ, അലോപ്പതിക് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ നമ്മളെ ഈ പറയുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി ഹോൾസെയിൽ ഫാർമസി ആണെന്നുണ്ടെങ്കിൽ 20B and 21B ആണ് അതിന്റെ ലൈസൻസിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ഫോം എന്ന് പറയുന്നത്. ഹോമിയോപ്പതിക് മെഡിസിൻസുകളാണെങ്കിൽ ഫോം 20C and 20D ആണ് അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിങ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് റിന്യൂവൽ, സസ്പെൻഷൻ ആൻഡ് ക്യാൻസലേഷൻ ഓഫ് ദ ലൈസൻസ്. അപ്പോൾ ഒരിക്കൽ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി ലൈസൻസ് ഗ്രാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് വാലിഡ് പീരിയഡ് ഉണ്ട്. അപ്പൊ വാലിഡ് പീരിയഡ് മോണിറ്റർ ചെയ്യുക, അത് റിന്യൂ ചെയ്യുക ബേസ്ഡ് ഓൺ ദ കംപ്ലൈൻസ്. ഓക്കെ, അത് ലൈസൻസിങ് ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന്, ആ സമയം കഴിഞ്ഞിട്ടും ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യുക എന്നുള്ളത് അടുത്തൊരു റെസ്പോൺസിബിലിറ്റി ആണ്. നൗ ഇൻ കേസ് എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻസ് ഇല്ലാതെ വരുന്ന സമയത്ത്, ലൈക്ക് വയലേഷൻ ഓഫ് GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറേയധികം റിക്വയർമെന്റ്സുകൾ ഉണ്ട്, അത് ഫോളോ ചെയ്യാത്തൊരവസ്ഥ വരികയാണ്. അല്ലെങ്കിൽ ഹോൾസെയിൽ ഫാർമസീസുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഗുഡ് സ്റ്റോറേജ് പ്രാക്ടീസ് എന്ന് പറയുന്ന കുറേയധികം റിക്വയർമെന്റ്സുകൾ അത് ഫോളോ ചെയ്യാതെ വരുന്ന സമയത്ത് അവർക്ക് ഗ്രാന്റ് ചെയ്തിട്ടുള്ള ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ ഈവൻ ക്യാൻസൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിക്കാണ്. Then sale of spurious, adulterated and substandard drugs. So even after the marketing the product, DI ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു ഏരിയ, അത് ഹോൾസെയിൽ ഫാർമസി എന്നാവാം, മാനുഫാക്ചറിങ് നടക്കുന്ന ഏരിയ എന്നാവാം, ഈവൻ റീറ്റെയിൽ ഫാർമസി എന്നാവാം, അവര് സാമ്പിൾ എടുത്തു, അനലിസ്റ്റ് അത് അനാലിസിസ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് ഒരു സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് ആണ്, അതിൽ പറയുന്ന പെർസെന്റേജ് പ്യൂരിറ്റി മീറ്റ് ചെയ്യുന്നില്ല, ഡ്രഗ് കണ്ടന്റ് മീറ്റ് ചെയ്യുന്നില്ല, ഇതുപോലെയുള്ള ക്രൈറ്റീരിയകൾ വരുന്ന സമയത്ത് സ്പ്യൂരിയസ് ഡ്രഗ് ആണ് അല്ലെങ്കിൽ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്തിട്ട് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് കൂടാതെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് പല സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഓൾറെഡി അവർക്ക് ഗ്രാന്റ് ചെയ്തിട്ടുള്ള ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ അത് ക്യാൻസൽ ചെയ്യാനോ ഉള്ള പെർമിഷനും കൂടി അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിക്കാണുള്ളത്. നൗ കമ്മിങ് ടു ദ ഇൻസ്പെക്ഷൻ ആൻഡ് മോണിറ്ററിങ്. അപ്പോ ഒരു ലൈസൻസിങ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം നടക്കുന്ന പ്രൊസീജിയർ അല്ല ഈ പറയുന്ന ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ DIനെ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് DIനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള പവർ കൊടുക്കുക എന്നുള്ളതും. എന്തിനൊക്കെയുള്ള പവർ കൊടുക്കുക? ഇൻസ്പെക്ടിങ് ദ മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോറേജ് പെർമിസസ്, ഡ്രോയിങ് ദ സാമ്പിൾ ഫോർ ടെസ്റ്റിംഗ് and verify the complaints with the scheduled M that GMP പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും, ഷെഡ്യൂൾഡ് N റീറ്റെയിൽ ഫാർമസിയിലെ റിക്വയർമെന്റ്സുകളൊക്കെ ഉണ്ട് എന്നുള്ളതും ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ കൊടുക്കുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ DIനെ അപ്പോയിന്റ് ചെയ്യുന്നതും ആ അപ്പോയിന്റ് ചെയ്ത ആൾക്കാർക്ക് ഈ പറയുന്ന ഫംഗ്ഷൻസുകൾ നടത്താനുള്ള പവർ കൊടുക്കുക എന്നുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റിയും സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയാണ്. ഇനി ഇത് ഏത് ആക്ട് പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ഈ പവർ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 21 and 22 ഓഫ് D&C ആക്ട്. ഓക്കെ, ആ ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DIക്ക് ഏത് സമയത്തും ഏത് പെർമിസസിലോട്ടും എൻ്റർ ചെയ്യാനുള്ള പവർ ഉണ്ട്, അവിടുന്ന് അവിടുത്തെ ഡോക്യുമെന്റുകൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്, അവിടുന്ന് ഡ്രഗ് സാമ്പിൾസുകൾ കളക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഡു നോട്ട് റിക്വയർഡ് എനി കൈൻഡ് ഓഫ് പ്രീവിയസ് അപ്രൂവൽ ഫ്രം എനി അതോറിറ്റി. അവരുടെ ഒരു ഹയർ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ സെർച്ച് വാറന്റ് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഏരിയയിലോട്ട് കടക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഏത് സമയത്തും DIക്ക് ഈ പറയുന്ന അവരുടെ ജൂറിസ്ഡിക്ഷനിലുള്ള പെർമിസസിലോട്ട് കടക്കാനും അവിടുന്ന് സാമ്പിൾ എടുക്കാനും അവരുടെ ഡോക്യുമെന്റ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ DIസിനുണ്ട് അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 21 and 22 ഓഫ് D&C ആക്ട്. ഓക്കെ, now coming to the next responsibility, that is regulatory enforcement.
അപ്പോ DNC ആക്ട് പ്രകാരം മിസ്ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗ്സ് നടന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ സെയിൽസ് ഓഫ് എക്സ്പയർഡ് ഡ്രഗ്സുകൾ നടന്നു കഴിഞ്ഞാലോ, സെയിൽസ് ഓഫ് ഡ്രഗ്സ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാലോ, ഷെഡ്യൂൾഡ് എച്ച് ഡ്രഗ്സുകൾ, ഷെഡ്യൂൾഡ് എക്സ് ഡ്രഗ്സുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഫാർമസിയിൽ നിന്ന് സെയിൽ നടത്തി കഴിഞ്ഞാലും അതിനെതിരെ DNC ആക്ട് പ്രകാരമുള്ള അതിന്റെ അല്ലെങ്കിൽ കോൺസിക്വൻസുകൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ പവറും ആർക്കുണ്ട്? റെഗുലേറ്ററി സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള DIO അവരുടെ റെപ്രസെന്റേറ്റീവ്സിനോ അതുണ്ട്. ഓക്കെ, സോ ഇവർക്ക് മാത്രമായിട്ട് ഇതിലൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ DNC ആക്ട് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓക്കെ നീ നേരെ പോയി ജയിലിലിട്ടോ എന്ന് പറഞ്ഞിട്ടല്ല അതിനുള്ള ആക്ഷൻ വരിക, നേരെ കോർട്ടിലോട്ടാണ് അത് മൂവ് ചെയ്യുക. അപ്പോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അതിന്റെ ലീഗൽ ആക്ഷനിലോട്ട് കടക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഇസ് കോർഡിനേഷൻ വിത്ത് CDSCO. സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല. അവർക്ക് സ്വന്തമായിട്ട് ഒരു പവർ ഉണ്ടോ എന്ന് വെച്ചാൽ കുറെ അധികം ലിമിറ്റഡ് പവറുകൾ ഉണ്ട്. എപ്പോഴും CDSCOയുടെ അണ്ടറിൽ വരുന്നതാണ്. DCGIയുടെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി വരുന്നത്. അപ്പോ സെൻട്രൽ ഡയറക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്, ഇനി എന്തെങ്കിലും റിക്വയർമെന്റ് വരുന്ന സമയത്ത് CDSCOയുടെ കൂടെ അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റിയുടെ കൂടെ ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫോർ വാക്സിൻസ്, ബ്ലഡ് പ്രൊഡക്റ്റ്, ക്രിട്ടിക്കൽ ഡ്രഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്, and reporting the serious adverse event and pharmacovigilance data. So these are the next responsibility in coordination with the CDSCO. And last one, that is the public health program and price monitoring. So ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾഡ് H1 as well as ഷെഡ്യൂൾഡ് X ഡ്രഗ്സുകളുടെ റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ, അതിന്റെ അതൊക്കെ കൺട്രോൾഡ് ഡ്രഗ്സുകളാണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലാത്ത ഡ്രഗ്സുകളാണ്. ലൈക്ക് ആന്റിബയോട്ടിക്സ്, ദെൻ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ, അതുപോലെ CNS ആക്ട് ചെയ്യുന്ന പല ഡ്രഗ്സുകളും, സെഡേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്ന പല ഡ്രഗ്സുകളും ഈ പറയുന്ന ഷെഡ്യൂൾഡ് Xൽ വരുന്നതാണ്. കൺട്രോൾഡ് ഡ്രഗ്സ് ആയിട്ട് പറയുന്ന സാധനങ്ങളാണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് H1ന്റെ പ്രത്യേകത പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ്. ഷെഡ്യൂൾഡ് Xന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ കോപ്പി നിർബന്ധമായിട്ടും ഫാർമസിസ്റ്റുകൾ കീപ്പ് ചെയ്യണം. അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള രജിസ്റ്ററുകൾ ഉണ്ട്. ആ രജിസ്റ്ററിൽ ഏത് ഡോക്ടറാണ്, ഏത് പേഷ്യന്റിനാണ്, എത്ര ദിവസത്തേക്കാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, എത്ര ദിവസത്തേക്കാണ് അത് ഡിസ്പെൻസ് ചെയ്തിട്ടുള്ളത്, അതില് ഒറിജിനൽ പ്രിസ്ക്രിപ്ഷന്റെ മുകളിൽ ആ ഷോപ്പിന്റെ ഒരു സീല് കൊടുക്കാനുണ്ട്. ഡിസ്പെൻസ്ഡ് ദിസ് മച്ച് ടാബ്ലറ്റ്സ് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീല് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ അധികം റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ ഷെഡ്യൂൾ H1 ആൻഡ് X ഡ്രഗ്സിനുണ്ട്. അപ്പൊ അതൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ദെൻ പ്രൈസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, മോണിറ്ററിംഗ് ദ പ്രൈസ് കൺട്രോൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെഡിസിൻ അണ്ടർ ദ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. ഇപ്പൊ NPPA പറഞ്ഞിട്ടുള്ള പല നിങ്ങൾ പ്രൈസ് ലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നത് കാണുന്നുണ്ടാവാം. ഇന്ന മോളിക്യൂൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള ടാബ്ലറ്റ്സുകൾ, ക്യാപ്സ്യൂൾ ഇത്രയാണ് ഇതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് NPPA ഡ്രഗ് ലിസ്റ്റിന്റെ പ്രൈസ് കൺട്രോൾഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ അതിനെതിരെയുള്ള നെസസറി ആക്ഷൻസുകൾ എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഓക്കെ, ദീസ് ആർ ക്വസ്റ്റ്യൻസ്. ഡിസ്കസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി. അങ്ങനെയാണ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. എസ്പെഷ്യലി എന്താണ് ഓർഗനൈസേഷൻ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഏത് ലോ ആണ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഏതാണ്, ആൻഡ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതിൽ റെസ്പോൺസിബിലിറ്റി ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനം, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. These are the some of the references, and that's all about the state licensing authority, its organization and responsibilities.